ഈ സിനിമയിൽ ആകെ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അത് തള്ളാൻ വേണ്ടി പറയാലോ. ഇപ്പൊ നമ്മള് ഏബ്രിഡ് ഷൈൻ സ്പാ എന്ന് പറഞ്ഞാൽ അതാണ് ഈ സിനിമയുടെ മാർക്ക്. ബാക്കി ഞങ്ങൾ ഏബ്രിഡ് ഷൈൻ സ്പാ എന്നിട്ട് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പാ ഇത് ഈ സ്പായിൽ ഇങ്ങനെയാണെന്ന് പറയണ്ട, ആ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. അതാണ് ഡയറക്ടർ പേര് കേട്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നു. ഇത് കേൾക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്താ തോന്നണേ? ഡയറക്ടർ പൊളക്കുന്നുണ്ട്. ഇതൊന്നും നിന്നോട് അഭിനയിക്കാൻ പറയുമ്പോ കാണിക്കുന്നില്ലല്ലോ. സ്പായിനെ കുറിച്ച് അങ്ങനെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു മെച്യൂർ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റിലാക്സേഷൻ തെറാപ്പിയാണ്. എന്താ കാണിച്ചത്? അല്ല, ഒരു റിലാക്സേഷൻ. ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ സിനിമയുടെ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇവരെ വിളിക്കുമ്പോൾ ഞങ്ങൾ വരാം, എത്ര രൂപയാണെന്ന് പറയും, എന്നിട്ട് അവർ വരും. എന്നിട്ട് ആ പൈസ മേടിക്കുന്നു. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും ഏബ്രിഡ് ഷൈൻ വിളിച്ചിട്ട് വന്നാന്ന് പറയും. നിങ്ങളുടെ എത്ര സിനിമകൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 100 സിനിമകൾ ചെയ്താലും നിങ്ങളുടെ സിനിമ ഒരു തിയേറ്ററിൽ എത്തുന്ന സമയത്ത് തലേ ദിവസം ഈ ടെൻഷൻ അടി പരിപാടികൾ സ്റ്റിൽ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞില്ലേ. എന്തെങ്കിലും ഞങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതുപോലും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോട്ടെ, ചില ഇറ്റ് വിൽ നോട്ട് ബി സംതിങ് ദാറ്റ് ഹി ഹാഡ് ഓൾറെഡി ഇമാജിൻ. എന്നാൽ പോലും നമ്മൾ ചെറിയ എങ്ങനെ പറഞ്ഞാൽ ഓക്കെയാണ്, അത് ഓക്കെയാണ്, അത് ഓക്കെ. എക്സ്പീരിയൻസ് ഞാൻ ശ്രീധരന്റെ 1ാം തിരുമുറ കണ്ടിട്ടില്ലേ, മറ്റേ ആ ലൂസ് ഷർട്ടും അതൊക്കെ ഇട്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കണ്ടതാ. ഞാൻ സ്കൂളിലായിരുന്നു എന്ന്. ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവർ പണം കൊടുക്കാതെ വരുമല്ലോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തു വരുത്തിയിരിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ആളുകൾ ഞാൻ പറയുന്നത്, എക്സ്പെൻസീവാണ് ഇവർ. അന്നത്തെ ദിവസം ഇപ്പോൾ സാധാരണ ഇതിലൊരു മനുഷ്യനെ പണിക്ക് വിളിക്കുന്ന പോലെയാണോ നിങ്ങൾ വിളിക്കുന്നത്? നല്ല പൈസ തരണ്ടേ? തരണോ വേണ്ടയോ? തരണം. അപ്പോൾ പറഞ്ഞാൽ പെർ ഡേ നല്ല പൈസ മുടക്കി ഇവരെ വിളിച്ചു വരുത്തി. എക്സ്പെൻസീവ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവര്. നമ്മളുടെ ബുദ്ധി എന്താ വർക്ക് ചെയ്യുന്നത്? ഇവരെ എങ്ങനെ ഉപയോഗിക്കാം, അവരുടെ ടാലന്റ് എങ്ങനെ എടുക്കാം. ആളുകളെ ചിരിപ്പിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓരോ ചിരിയും നമുക്ക് സന്തോഷം തരും. അവരുടെ ജീവിതത്തിലെ ഒരു സന്തോഷ മൊമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ചിരിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം നമുക്ക് കിട്ടും. ചിരി എന്ന് പറയുന്നത് ഒരു ആ ലൈനൊരു പ്രോപ്പർ ലൈനിലല്ലെങ്കിൽ അത് കുറച്ചൊരു വളരെ മോശം ഒരു അവസ്ഥയിലേക്ക് പോകും. ഹായ്, ഹലോ, നമസ്കാരം. സൈന സുദ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. സ്പാ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ ക്രൂ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഈ സ്പാ എന്ന പേര് തന്നെ കുറച്ചുകൂടെ കൗതുകമാണ്. എല്ലാവരും സിനിമയുടെ പേര് കേൾക്കുമ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ എല്ലാവരുടെ മുഖത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സിനിമ എന്ന് അറിയാൻ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം ഡയറക്ടർ സാർ തന്നെ പറയൂ, എന്താണ് സ്പാ എന്ന ചിത്രം? ഇതൊരു സ്പാ ഒരു മസാജ് തെറാപ്പി സെൻ്ററായിട്ടുള്ള അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു ഈ സ്പായാണ്. സ്പാ സെൻ്ററാണ്, മസാജ് തെറാപ്പി സെൻ്ററാണ്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കഥയുടെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ വികാസം പോകുന്നത്. ഞാൻ നോക്കിയിട്ട് ഡയറക്ടർ സാർ ആളുടെ റിവ്യൂ പറഞ്ഞു. ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏബ്രിഡ് ഷൈൻ എന്ന ഒരു ഡയറക്ടറാണോ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണോ, നിങ്ങൾ ഈ സിനിമയിലേക്ക് ഇന്നാക്കുള്ള ഒരു റീസൺ എന്താ? ഏബ്രിഡ് ഷൈൻ സർ എന്ന പേര്, ദി ബ്രാൻഡ്. നോ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ. നോ സ്ക്രിപ്റ്റ് അല്ല, അങ്ങനെയല്ല, സ്ക്രിപ്റ്റ് കേട്ടിട്ട് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. പേര് സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല. ഏബ്രിഡ് ഷൈൻ സർ എന്നുള്ള പേര്. അതെ, ശരിക്കും ഇവര് വന്നത് ഇതൊന്നും കൊണ്ടല്ല. സഞ്ജു ജെ അങ്ങ് വിളിച്ചു. അഞ്ജു വിളിച്ചപ്പോ ഇവര് പിന്നെ അങ്ങ് വന്നു. സഞ്ജു ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആസ് എ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യുക. ഇപ്പം ഓക്കെ, ഡയറക്ടറിൻ്റെ പേര് ഓക്കെ നമ്മൾ എന്തായാലും ഇന്നാവും, എങ്കിലും സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും, കഥ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി, ഇതൊന്നും ഇല്ല. ഓക്കെ, ഞാൻ ഡയറക്ടറോട് ചോദിക്കട്ടെ, ഇത്രയധികം ആർട്ടിസ്റ്റ് പറയുകയാണ് ഇതൊന്നല്ല,
ഡയറക്ടർ പേര് കേട്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നു. ഇത് കേൾക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്താ തോന്നണേ? ഡയറക്ടർ അല്ല അവര് പുളയം താന്നിട്ട് പറഞ്ഞു സമയമുണ്ട്. കുറെ നേരം പൊളയ്ക്കുന്നുണ്ട്. നിന്നെ പൊളപ്പിച്ചിട്ട് ഇതൊന്നും നിന്നോട് അഭിനയിക്കാൻ പറയുമ്പോ കാണിക്കുന്നില്ലല്ലോ. അല്ല അതിലേക്ക് വരാം അല്ലേ? അതെ, ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ സിനിമയുടെ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇവരെ വിളിക്കുമ്പോൾ അവർ വരുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അവരോട് വിളിക്കുമ്പോൾ അവർ പറയും ഇന്ന ഡേറ്റിൽ ഫ്രീ ആണ്, ഞങ്ങൾ വരാം, ഇത്ര രൂപയാണെന്ന് പറയും. എന്നിട്ട് അവർ വരും. എന്നിട്ട് ആ പൈസ മേടിക്കുന്നു. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും എവറി ടൈം വിളിച്ചിട്ട് വന്നാന്ന് പറയും. ഒന്നുമില്ല, അവരെ പൈസ മേടിക്കും. അവർ ആക്ടേഴ്സ് അല്ലേ, തൊഴിലാളികൾ, ആക്ടിങ് തൊഴിലാളികൾ. അവർ വന്ന് പൈസ മേടിച്ചിട്ട് പോകും. എന്നിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അവർ ഡബിൾ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഇത് എന്നിട്ട് നമ്മൾ പൈസ കൊടുത്തില്ല, അവർ ഡബ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സോറി അങ്ങനെയൊന്നുമില്ല. അത് വളരെ വളരെ ഹാപ്പി ആയിട്ട് വന്നു. നമ്മൾ സിനിമ ശരി കിട്ടിയില്ല, ശ്രുതിക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, സോറി. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളൊരു ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ പറയുമ്പോൾ ഒരു വരുന്നത് വലിയ സന്തോഷം. ഇത്രയും കാലം സിനിമ ചെയ്തിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട് എല്ലാവരുമായിട്ടും. പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ വരുക, ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ, അങ്ങനെ ആയിരിക്കും. ഇപ്പൊ സ്പാ റിലീസിന് ഒരുങ്ങുന്ന സമയത്ത് സ്പായെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ എന്തായിരിക്കും പറയുക? റിലാക്സേഷൻ. ഇവിടെ നിന്ന് ഓരോരുത്തർക്ക് അവസരം ഇവിടെ തന്നെ തുടങ്ങിക്കോ. എന്റർടൈനർ, അഡൽട്ട് എന്റർടൈനർ. മെനി സ്റ്റോറീസ് ഇൻ എ സ്റ്റോറി അല്ലേ? അല്ല, വ്യത്യസ്തത ഉണ്ട്, എല്ലാവരും സൂപ്പർ സൂപ്പറാണ്. ആക്ഷൻ ഹീറോ ബിജു പോലെ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള രസമുള്ളൊരു സിനിമ. അതിനകത്ത് എല്ലാ ഇമോഷൻസും ഉണ്ട്. എല്ലാ ഇമോഷൻസും ഉള്ള റിപ്പീറ്റ് വാച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഞാൻ ഫസ്റ്റ് ടൈം ഹ്യൂമർ ഹാൻഡിൽ ചെയ്ത ഒരു സിനിമയാണ്. ഇപ്പൊ എല്ലാവർക്കും ഹ്യൂമർ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം നല്ല വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്തോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഐസഡ് അത് പറ്റില്ല. അപ്പോൾ ഐ ഹാവൻറ്റ് റിയലി ഹാൻഡിൽഡ് ഇറ്റ്. പക്ഷെ ഫസ്റ്റ് ടൈം ചെയ്തത് വിത്ത് ഈ ഷൈൻ ചേട്ടൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഇസ് ലൈക്ക് റിയലി ഹൈ. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആക്ടേഴ്സ്. അപ്പോൾ അതിന് ഐ ഫെൽറ്റ് വെരി സേഫ്. അത് നല്ലപോലെ അത് എനിക്ക് എവിടെയെങ്കിലും സ്റ്റക്കായാലും ഐ വിൽ ബി ഏബിൾ ടു പുൾ ത്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി. ദിസ് വാസ് മൈ വെരി ഫസ്റ്റ് ഹ്യൂമർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഓൺ സ്ക്രീൻ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ സ്ക്രീനിൽ കാണാൻ വെയിറ്റിംഗ് ആണ്, എങ്ങനെ വന്നതറിയാം. ഓക്കെ, അടുത്തത് സ്പായിനെ കുറിച്ച് അങ്ങനെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു മെച്യൂർ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റിലാക്സേഷൻ തെറാപ്പിയാണ്. എന്താ കാണിച്ചത്? അല്ല, ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യിപ്പിക്കാൻ. ഇത് ഓഡിയൻസിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതുവരെ എന്താ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് കാണുന്ന ആൾക്ക് എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഇതുവരെ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു കഥയാണ്. ആ ഒരു പുതുമ എന്തായാലും പ്രേക്ഷകർക്ക് ഉണ്ടാവും. എനിക്ക് ഈ പറഞ്ഞ പോലെ കോമഡി എനിക്കും ചെയ്യാൻ ഇഷ്ടമാണ്. അത് ഇതിനു മുന്നേ ഞാൻ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ കുറച്ചും കൂടി കോമഡിയാണെന്ന് തോന്നിക്കാത്ത കോമഡി ചെയ്യാൻ പറ്റി. എനിക്കതായിരുന്നു പ്രശ്നം. എനിക്ക് ഈ ഒരു മൂവി എല്ലാവരും തിയേറ്ററിൽ കാണുന്ന ആഗ്രഹമുണ്ട്. മെയിൻലി ബിക്കോസ് നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കുക, ഒരു നല്ലൊരു മൊമെന്റ് എൻജോയ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഇസ് മോർ അല്ലേ. സോ വെൻ ഐ സോ ഇറ്റ് ഐ ഫെൽ ദാറ്റ് ബിക്കോസ് ഇത് കുറച്ചുകൂടി കൂടെ ആൾക്കാരുണ്ടെങ്കിൽ വുഡ് ഹാവ് ബീൻ മോർ ഫൺ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. സോ ഐ വുഡ് റിയലി ലവ് എവറിബഡി ടു വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ ഗ്രൂപ്പ് ആയിട്ട്. ഇതൊരു എബ്രിഷൈൻ്റെ
ഇമാജിനേഷനിലെ ഒരു സ്പാ സെന്റർ ആണെന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ സ്പാ സെന്റർ അദ്ദേഹം പോർട്രേ ചെയ്തു. അതിൽ കോമഡി എലമെന്റ്സ് ആയിരിക്കും. അത് നമ്മൾ വിചാരിക്കുന്ന കോമഡിയാണ്, അത് ഓഡിയൻസിന് അപ് ടു നിങ്ങളിലാണ് അത് കോമഡി ആണോ എന്താന്നുള്ളത് സാറ് പറഞ്ഞ പോലെ ഓഡിയൻസ് തീരുമാനിക്കണം. ഈ ഒരു പടത്തിൻ്റെ പോസ്റ്ററും ഈ പേരൊക്കെ ഞാനൊരു ആസ് എ കോമൺ പേഴ്സൺ ഞാൻ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് എൻ്റെ മനസ്സിലുണ്ടാവും. സോ ഇറ്റ്സ് എ മൂവി ദാറ്റ് ഐ വിൽ ഗോ ആൻഡ് വണ്ടർ ഇത് എന്താണ് ഈ പടം, ആ ക്യൂരിയോസിറ്റി സ്ട്രൈക്ക് ചെയ്യും എൻ്റെ മനസ്സിൽ. സോ ഐ വിൽ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ അത് സാർ ഇങ്ങനെ പറഞ്ഞു എങ്ങനെ അപ്പോൾ വർക്കിംഗ് ടൈറ്റിൽ സ്പാ ആയിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സോ ഐ സെഡ് ഓക്കെ ദിസ് ഇസ് എ മൂവി ഐ വുഡ് വാച്ച്, സോ ഐ വാണ്ട് ടു ബി ഇൻ ഇറ്റ്. ദാറ്റ് വാസ് ഓൾസോ എ വെരി ബിഗ് ഫാക്ടർ. ഇതിലിപ്പോൾ ഒരുപാട് അതായത് ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി ഒരു സ്ക്രിപ്റ്റ് എല്ലാവർക്കും കൊടുത്തില്ല. ഒരു ബേസിക് ഒരു പ്ലാൻ പറഞ്ഞിട്ട് ഞാൻ സ്പാ എന്ന് എഴുതിയ ഒരു വണ്ടിയായിട്ട് ചെന്നു. ഇവരെ ഇൻവൈറ്റ് ചെയ്ത് ഇവർ കയറി എൻ്റെ കൂടെ പോകുന്നു വിശ്വാസത്തിൽ. ഇപ്പോഴും ആ ട്രാവൽ തുടർന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഒരുമിച്ചുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ് ആ ട്രാവൽ കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങളുടെ എത്ര സിനിമകൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 100 സിനിമകൾ ചെയ്താലും നിങ്ങളുടെ സിനിമ ഒരു തിയേറ്ററിൽ എത്തുന്ന സമയത്ത് തലേ ദിവസം ഈ ടെൻഷനടി പരിപാടികൾ സ്റ്റിൽ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞില്ലേ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണോ? ടെൻഷൻ ഉണ്ടാവാറുണ്ട് നോർമലി. പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതായത് ഞാൻ വിചാരിക്കുന്ന തിയേറ്ററിലൊരു വലിയ മോശമില്ലാത്തൊരു 30% 40% എങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒരുമിച്ചുണ്ടെങ്കിൽ അവർ ചിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് സീൻസിലെങ്കിലും. കുറച്ച് സീൻസ് ഇങ്ങനെ അവർ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. കുറച്ച് പേർക്ക് ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ആവാതെയും വരാം. അപ്പോൾ പലതരത്തിൽ എനിക്കറിഞ്ഞൂടാ. ഭയങ്കര ഒരു കൺവെൻഷണൽ സിനിമ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആദ്യ കാഴ്ച ചിലപ്പം ദഹിക്കാതെ ഇരിക്കാം, ചിലപ്പോൾ അത് ചിരിച്ചാസ്വദിക്കാം. എന്നാലും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നോർമലി നല്ലത് പറയാനാണ് ചീത്ത പറയാനാണ് സ്ട്രൈറ്റ് കിട്ടും. വലിയ ആലോചന വരില്ല. പടം തീരുമ്പോ തന്നെ പറയും. അപ്പൊ തന്നെ കാര്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോ വർഷങ്ങളും കഴിയുമ്പോൾ പല തമാശകളും പണ്ട് പറഞ്ഞ തമാശകൾ നമുക്ക് പിന്നീട് പറയാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പം കോമഡി ചെയ്യാത്ത ആളുകളെ കൊണ്ട് നമ്മൾ കോമഡി ചെയ്യിപ്പിക്കുന്നു, അത് ആളുകൾക്ക് വർക്കാവണം. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ശരിക്കും? ആളുകളെ ചിരിപ്പിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് ആളുകൾ ചിരിക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. ചിരിപ്പിക്കുന്നതിനേക്കാളും ആളുകൾ തിയേറ്ററിൽ ഇപ്പം ഞാൻ ചെയ്ത സിനിമകളുടെ തമാശ രംഗങ്ങൾ അങ്ങനെ ഭയങ്കര തമാശയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ തമാശകൾ ഞാൻ സിനിമയിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു ചിരി ജനറേറ്റ് ആവും. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ കൂട്ടം കൂടി ഇരുന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. നാച്ചുറലി ഞാൻ ആളുകളുടെ കൂടെ ഇരുന്ന് പടം കാണും. ഇങ്ങനെ ചിലപ്പോൾ മുന്നിലിരുന്ന് അടുക്കിരുന്നൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പടം കാണും. അപ്പോൾ ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നാച്ചുറലി സന്തോഷം തോന്നും. നമുക്ക് ആളുകളെ ചിരിപ്പിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ചിരിക്കുന്നുണ്ടല്ലോ. ഓരോ ചിരിയും നമുക്ക് സന്തോഷം തരും. അവരുടെ ജീവിതത്തിലെ ഒരു സന്തോഷം മൊമെൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ചിരിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം നമുക്ക് കിട്ടും. അതൊരു ഹാപ്പിനെസ്സാണ്. ആ ചിരിയുടെ എനർജി തിയേറ്ററിൽ നിൽക്കും. കൂട്ടം കൂടി ആളുകൾ കാണുമ്പോൾ ആ എനർജി നിൽക്കും. അങ്ങനെ ചിരിപ്പിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ചിരി എന്ന് പറയുന്നത് ഒരു ആ ലൈനൊരു അത് പ്രോപ്പർ ലൈനിലല്ലെങ്കിൽ അത് കുറച്ചൊരു വളരെ മോശം ഒരു അവസ്ഥയിലേക്ക് പോകും. ചിരി കറക്റ്റായിട്ട് നമ്മൾ ചിരിക്ക് വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നു, ഒരു ചിരിക്ക് വേണ്ടി ഒരു സീൻ ഉണ്ടാക്കുന്നു, പക്ഷേ ആളുകൾ ചിരിക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ദുരന്തമായി മാറും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സീൻ എടുക്കുമ്പോൾ ഇതിന് ആളുകൾ ചിരിച്ചില്ലെങ്കിലും വിരോധമില്ല. ചിരിച്ചില്ലെങ്കിലും അവർക്ക് ആ സീൻ കാണാം, ചിരിച്ചുകൊണ്ടും കാണാം, ചിരിക്കാതെയും കാണാം. ഇതൊരു ചിരിക്കാനായിട്ട് എടുത്തിട്ടുള്ളൊരു എഫേർട്ട് എന്നുള്ള മട്ടിൽ അതിനെ കാണാതെ വളരെ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ചിരിക്കാം, ചിരിക്കാതിരിക്കാം. അപ്പം ചിരിച്ചില്ലെങ്കിലും വിരോധമില്ല എന്നുള്ള മട്ടിലാണ് ഞാൻ തമാശകൾ ചെയ്യാറ്, ഒരു സേഫ് സൈഡിൽ. പക്ഷേ ചിരി കിട്ടാറുണ്ട്, അത് സന്തോഷം. ഇതിലിപ്പം നിങ്ങളുടെ ഇപ്പം ഫൺ മൂവി ആയതുകൊണ്ട് തന്നെ കുറെ കോമഡി സീനുകൾ ചില സീനിലൊക്കെ ചിരി വരും, ചില ചിരി ഇല്ലാത്ത സീനുകളുണ്ട്. ഇതില്
നിങ്ങൾ ചെയ്തൊരു വർക്ക്, അല്ലെങ്കിൽ അത് തിയേറ്ററിൽ ഇപ്പം ചിരി പൊട്ടൊന്ന് പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ അതിന് കാര്യമായിട്ടുള്ള ചിരിയൊന്നും വരാറില്ല, അതൊക്കെ എങ്ങനെയായിരിക്കും എടുക്കുക പ്രസേട്ടനൊക്കെ? ഞാൻ സിനിമകൾ കാണുകയും ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ നോക്കിയാൽ ഒരിക്കലും അവരെ ചിരിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മളുടെ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്ത് ആ സിറ്റുവേഷനിൽ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് അത് ചെയ്യുന്നോ, ആ സിറ്റുവേഷനിൽ ഹ്യൂമർ ഉണ്ടെങ്കിൽ ആൾക്കാർ ചിരിക്കും. ആ കാണുന്ന പരിപാടിയിൽ ചിരിപ്പിക്കാൻ വേണ്ടി കിടന്ന് ബഹളം വെച്ച് ചിരിപ്പിക്കാൻ ആ തരത്തിലൊരു സിനിമയൊക്കെ മാറി. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു ചിരി സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ചിരി വന്നു. അപ്പം ഞാൻ എൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ വളരെ സീരിയസ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. ചിലപ്പോൾ ചിരിക്കാം, ചിലപ്പോൾ ഇറിറ്റേഷൻ തോന്നാം, ഇത് എന്ത് വേണമെങ്കിലും ആവാം ആ സ്ഥലത്ത്. അങ്ങനത്തെ ഹ്യൂമർ ഇപ്പോൾ ഷൈൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും വളരെ സീരിയസ് ആയിട്ടാണ്. ഇപ്പോൾ എൻ്റെ കോമ്പിനേഷൻ്റെ ആധികമായിട്ടാണ് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ആ സീൻ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ അതിൽ ചിരി വരാൻ, ചിലപ്പോൾ ചിരിക്കാതെ ഇരിക്കാം. ചിരിച്ചില്ലെങ്കിലും വിരോധമില്ല. ചിലപ്പോൾ കഷ്ടം തോന്നാം, ചിലപ്പോൾ ചിരി വരാം, എന്ത് വേണമെങ്കിൽ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വികാരമാണ് സംജാതമാകുന്നത്? ഇപ്പൊ എന്നെ ആക്ഷൻ ഹീറോ ബിജുവില് പോലീസ് സ്റ്റേഷനിൽ SIയുടെ ക്യാബിനിൽ നിന്ന് ഇറക്കി വീഴുമ്പോൾ എനിക്ക് ചമ്മലാണ്, പക്ഷെ ഓഡിയൻസിന് ഞാൻ ചമ്മിയിട്ടാണ് പോയത്. ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. താൻ വെളിക്ക് ആവശ്യമുള്ള വിളിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ചമ്മിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഞാനത് അതിന് പകരം ഞാൻ ശരിയതാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോൾ അവിടെ ചിരി വരത്തില്ല. ഞാൻ ചമ്മണ്ടത് ഞാൻ ചമ്മണം, ഞാൻ കരയേണ്ടത് സിറ്റുവേഷൻ ആൾക്കാർക്ക് എങ്ങനെ കൺസ്യൂം ആവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ ഓരോ വർക്കും നിങ്ങൾക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് തരിക, ഡയറക്ടർ ഓൾസോ. അപ്പം ഓരോ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം പുതിയതായിട്ട് നമ്മുടെ പൊടി തട്ടി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലെ കുറേ കഴിവുകൾ പുറത്ത് കാണാൻ, പുതിയ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാതോ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്? ക്യാരക്ടർ ബേസ്ഡ് ആയിരിക്കുമല്ലോ, നമ്മൾ എന്ത് ക്യാരക്ടറാണ് ചെയ്യാൻ പോണത് അതിൻ്റെ ഒരു അല്ലേ. ഞാൻ എൻ്റെ മെക്കാനിസം, ഓരോരുത്തരുടെ മെക്കാനിസം ഡിഫറെൻ്റ് ആണ്. എൻ്റെ മെക്കാനിസം ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ടർ എത്ര കൃത്യമായിട്ട് ബ്രീഫ് ചെയ്ത് എത്ര ഡീറ്റെയിലിൽ നമുക്ക് പറഞ്ഞു തരുന്നു, ഡയറക്ടറാണ് നമ്മുടെ മീറ്റർ സെറ്റ് ചെയ്യുന്നത്. നമുക്കറിയില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ചെല്ലുന്നു, ക്യാരക്ടറായി ചെയ്യുന്നു. ടോട്ടൽ സിനിമയിൽ നമ്മളുടെ പ്ലേസ്മെന്റ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നത് എഴുത്തുകാരനും സംവിധായകനുമാണ്. വായി നിൽക്കുമ്പോൾ ഇത് രണ്ടും ഷൈനാണ്. അപ്പം ഞാൻ ഒരു ചിന്തകളും ഇല്ലാതാണ് ലൊക്കേഷനിൽ പോകുന്നത്. പറഞ്ഞത് ഞങ്ങൾ അരമണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്ത് തീർത്തത്. അത് മേജർ സീക്വൻസുമാണ്. അപ്പം അതിനൊന്നുള്ള സമയം നമുക്ക് അവിടെ കിട്ടിയില്ല. എൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. ഹോംവർക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, പ്ലാൻ ചെയ്ത് ഡിസൈൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും തിയേറ്ററിൽ വർക്കായിട്ടും ഉണ്ട്. അല്ല ഇന്നത് ശരി ഇന്നത് റോങ് എന്ന് പറഞ്ഞൊരു സാധനം ആക്ടിങ്ങിലും പ്രോസസ്സിലില്ല. ഇപ്പം നമ്മുടെ ഈ സിനിമ ഞാൻ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആക്ടേഴ്സിനെ, ഇപ്പം ഞാൻ ആക്ഷൻ റിവ്യൂ ചെയ്യുമ്പോഴല്ലോ മറ്റ് സിനിമകൾ പുതിയ ആളുകളെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ നമ്മളിവരെ പെർഫോം ചെയ്യും, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ അതിനകത്തേക്ക് വരുത്തിക്കുമായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് കുറേ തലവേദന കുറവുണ്ട്. നമുക്ക് അതിന് അവരോട് പറഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓരോ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അവർക്കറിയാം അത്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് ആ മീറ്റർ, ആ ടാലൻറ്റിൽ അവർക്കറിയാം ഇതിങ്ങനെ ഡെലിവർ ചെയ്യണമെന്ന് അവർക്കറിയാം. അപ്പോൾ അവരുടെ അനുഭവ പരിചയം വെച്ചിട്ട് അത് അവർ ഡെലിവർ ചെയ്യും, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇതിനകത്തേക്ക്, നമുക്ക് തരും. അവർ നമുക്ക് വേണ്ട സാധനം നമ്മൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഇന്നതുപോലെയാണ് ഇത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ഇവർ തമ്മിലും ഇവർക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ, രണ്ടുപേർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ട്, ആക്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ക്യാരക്ടർ എങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്ന് അവർക്കറിയാം. അപ്പം നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രം മതി. നമ്മൾ പറഞ്ഞ് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവരെടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ അവരെടുത്തുകൊണ്ട് പോകുമ്പോഴാണ് നമുക്കിത് കാണുമ്പോൾ സന്തോഷം കിട്ടിയെന്ന് നമുക്ക് തോന്നും. ഈ ടു മച്ച് പ്രിപ്പറേഷൻ ചിലപ്പോൾ എനിക്ക് വർക്കാവാതെ പോയിട്ടുണ്ട്. ഇപ്പം മുന്നേയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ തലേ ദിവസം ഇന്ന സീനാണ് നാളെ എടുക്കുന്നതെന്ന് അറിയുമ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്ത് നോക്കും. ചിലപ്പോൾ ഡയലോഗ്സ് നേരത്തെ കിട്ടിയെങ്കിൽ പഠിച്ച് അത് എൻ്റേതായിട്ടുള്ളൊരു മോഡുലേഷനിൽ ഇങ്ങനെ ആയിരിക്കും വരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും. പക്ഷേ അവിടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എന്താണെന്നാണോ വിചാരിച്ചത് അതായിരിക്കില്ല ഡയറക്ടർക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പെട്ടെന്ന് അവിടെ വെച്ചിട്ട് ഇതല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മളും പാനിക്കാവും.
നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം ഇതല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആൻഡ് ഈവൻ ഈ ഇപ്പോൾ സ്പാല് പോലും ഷൈൻ സാറോട് വർക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എനിക്കൊരു തോട്ട് ഉണ്ടായത്, ഞാൻ യൂഷ്വലി ഡയലോഗ്സ് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വിചാരം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഡയലോഗ്സ് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ജോലി കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ ഷൈൻ സാർ ഇങ്ങനെ എന്നോട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, രാധിക ഡയലോഗ് പഠിച്ചോളൂ, പക്ഷേ കാണാപ്പാടം പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് പറഞ്ഞു തീർക്കാനുള്ളൊരു തത്രപ്പാടാണ്. അത് ആക്ച്വലി ശരിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, എങ്ങനെ എത്തേണ്ടത്, മെയിൻ പോയിന്റ്സ് ഒക്കെ ടച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉണ്ടെന്നല്ലാതെ അതേപോലെ പഠിച്ചാൽ അല്ലെങ്കിൽ അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോളൂ, പക്ഷെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്ക് പറഞ്ഞു തീർക്കാണ്ട്, അപ്പോൾ അത് ഞാൻ അത്രയും സാധനങ്ങൾ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ വരും. സോ ആ പ്രിപ്പറേഷൻ നമ്മൾ കറക്റ്റായിട്ടുള്ള റൂട്ടിൽ പോവുകയാണെങ്കിലാണ് അത് ഹെൽപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വില്ലിങ്നെസ്സോടെ പോവുക, എന്താണോ അവർ പറയുന്നത് അത് അതേപോലെ ചെയ്യാനും അത് അവർ പറയുന്ന കാര്യം മനസ്സിലാക്കാനും റെഡി ആയിട്ട്, അയ്യോ സാർ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്ന് പറയാൻ പറ്റാതെ അവർ പറയുന്ന അതേപോലെ ചെയ്യാൻ റെഡി ആയിട്ട് പോവുക എന്നുള്ളതാണ് കാര്യം. ഒരു പള്ളിയിൽ നടക്കുന്ന സീനാട്ടോ, നട്ടുച്ചയ്ക്ക് നടക്കുന്ന ഷൂട്ടാണ്. നമ്മളുടെ ഇത് വെക്കില്ല റിഫ്ലക്ടർ, അപ്പോൾ കണ്ണ് തുറന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, കണ്ണ് തുറന്നിട്ട് ചെയ്യുമെന്ന് എന്തൊരു ചെയ്തിട്ട് ഫുൾ മൈക്കിൽ പള്ളിയിൽ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക്. സോ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ സാറിൻ്റെ പ്രോജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കംഫർട്ട് ഓഫ് ദി ആക്ടർ ഓൾവേസ് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ നല്ല നല്ല അസൽ നാട്ടിൻപുറത്ത് അവിടുത്തെ ആൾക്കാരുടെ മുകളിൽ നമ്മൾ ഷൂന്നായി പോകും, കാരണം എല്ലാവരുടെ മുന്നിൽ കേൾക്കുമല്ലേ. സോ നമ്മളുടെ സംടൈംസ് ഇറ്റ്സ് വെരി സംടൈംസ് അല്ല ഓൾവേസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ ആക്ടേഴ്സിൻ്റെ കോൺഫിഡൻസ് കളയരുത്. ബിക്കോസ് നമുക്ക് ശരിക്കും കണ്ണ് തുറന്ന് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തുറന്ന് വെക്കാത്തത്. പിന്നെ സിനിമയിൽ റിഫ്ലക്ടർ വെക്കൂലേ, കണ്ണ് തുറന്നൂടെ? ഇല്ല, പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല നടക്കുന്ന പള്ളിയിൽ നടക്കുന്ന ഉദ്ദേശിച്ചത് പള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന സീനല്ല, പള്ളിന്റെ ഉള്ളിലല്ല, പള്ളിന്റെ പുറത്ത്. അവളുടെ മലയാളത്തിന്റെ പ്രശ്നമാണ്. റിഫ്ലക്ടർ വേണ്ട, പൂജ സീൻ ചെയ്യുമ്പോൾ റിഫ്ലക്ടർ വേണ്ട. അയ്യോ റിഫ്ലക്ടർ വെക്കാം സാർ, കുറച്ചൊന്ന് ബ്രൈറ്റ്നസ് കുറഞ്ഞു പോകും കേട്ടോ, നിങ്ങൾ ഇതായി പോകും. അന്നാ വെക്കാം. ഒരു സർക്കുലർ ഇറക്കിയാലോ മാക്ട അവർക്കൊക്കെ മറ്റേ ഈ ഉചിത വരുന്ന സിനിമകളിൽ അതെ കംഫർട്ടബിൾ ആയ രീതിയിൽ സംസാരിക്കാൻ സമ്മതിക്കുന്നു. അത് മാത്രമല്ല, എന്തെങ്കിലും ഞങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതുപോലും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോട്ടെ, ചില ഇറ്റ് വിഡ് നോട്ട് ബി സംതിങ് ദാറ്റ് ഹി ഹാഡ് ഓൾറെഡി ഇമാജിൻഡ്, എന്നാൽ പോലും നമ്മൾ ചെറിയ എങ്ങനെ പറഞ്ഞാൽ ഓക്കെയാണ്, അത് ഓക്കെയാണ്. എക്സ്പീരിയൻസ് ഞാൻ കൂടെ പഠിച്ച ശ്രീധരന്റെ ഒന്നാമത് തിരുമുറ കണ്ടിട്ടില്ലേ, മറ്റേ ലൂസ് ഷർട്ടും അതൊക്കെ ഇട്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കണ്ടതാ. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയും? പേടിപ്പിച്ച് പറയിപ്പിച്ചതല്ലേ. പല ആർട്ടിസ്റ്റും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന ഡയറക്ടർ ആണെങ്കിൽ സിനിമയിൽ ഭയങ്കര സുന്ദരിയായിരുന്നു അല്ലേ? ഇന്നും നിങ്ങളൊരു വാൽക്കണ്ടി ചെയ്തല്ലേ? നമുക്ക് ഈ ടോപ്പിക് കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ പല ആർട്ടിസ്റ്റും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഒരു നമുക്ക് നന്നായിട്ട് 100% ഇടാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. സെയിം ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് തന്നെ ആയിരിക്കും. ഇപ്പം ഷൈൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അതല്ല എൻ്റെ ഫസ്റ്റ് മൂവി അത്, അപ്പോൾ അതിൻ്റെ ഒരു പേടിയോ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര കംഫർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് പറഞ്ഞോണം കഥയൊന്നും അറിയില്ല, ഇതെന്താന്ന് പോലും അറിയില്ല, എന്നെ വിളിച്ചു, ഞാൻ വന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് സീൻ തരണേ. അപ്പോൾ സീൻ തന്നപ്പോൾ ഓർമ്മയിടുന്നറിയില്ല, ഫസ്റ്റ് സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞങ്ങളുടെ 2 ഡയലോഗ് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നോക്കുമ്പോൾ എനിക്കൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓക്കെ പഠിക്കാനൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഷോർട്ട് തുടങ്ങാൻ വരുമ്പോൾ സാറ് വന്നിട്ട് കുറേ അങ്ങോട്ട് എഴുതി തന്നു. അപ്പം ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇംപ്രോവൈസ് ചെയ്യുന്നതാണ് പുള്ളിക്കാരൻ മൊത്തത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഉണ്ട് എന്നാൽ പോലും ആ ഷോർട്ടിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് തരും, നമ്മളുടെ കാലിബർ അനുസരിച്ച് തരും. എനിക്ക് തോന്നുന്നു ഇയാള് സ്ക്രിപ്റ്റും ഇല്ല എഴുതോ ഇല്ല, അവസാനം അന്നേരം എന്തോ എഴുതി തോന്നുന്നു പ്രൊഡ്യൂസറെ കിട്ടൂല. അല്ലല്ല, എനിക്ക് തോന്നുന്നു ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് പുള്ളി തന്നെ എഴുതിയ സ്ക്രിപ്റ്റാ. പക്ഷെ ആ സ്ക്രിപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് പക്ഷെ തോന്നുന്നു ചെയ്തു, അത് മറ്റേ സ്ക്രിപ്റ്റ് ഓർമ്മയുണ്ടല്ലോ, വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, സെയിം വേ. അപ്പോൾ എല്ലാവരും അവരവരുടേതായ ഇൻപുട്ടും അവരുടെ ബിഹേവിയർ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയൊരു നല്ല ഗുണം. അതായത് പുള്ളിയുടെ സിനിമയിൽ
പൊതുവെ ഏത് സിനിമ എടുത്താലും യുണീക്ക് ആയിരിക്കും, പക്ഷേ ബിഹേവിയറൽ ആയിരിക്കും. പുള്ളി സിനിമയ്ക്ക് വേണ്ടി എഴുതിയാലും ആ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ലൈവ് ഫീൽ ഉണ്ടാവും. ആ ലൈവ്ലിനെസ് ആണ് സാർ എപ്പോഴും അത് എന്താ പറയുക ആ മീറ്ററിൽ കീപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ ചിലപ്പോൾ ആ ടേക്കിൽ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ ടേക്കിൽ തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവും, അതൊന്ന് കുറച്ച് റോൾ. അപ്പോൾ ആ റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഒന്നും ബെറ്റർ ആക്കും. സോ പുള്ളിക്ക് ഒരു വിഷനുണ്ട്, അവരുടേതായ ഒരു സാധനം കയറട്ടെ, പക്ഷെ നമ്മൾ ചെയ്ത ഒരു ബേസിൽ കൂടി അതൊന്ന് വർക്ക് ചെയ്താൽ മതി. അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പൈസ കൊടുത്ത് വിളിച്ചു വരുത്തിയിരിക്കുക. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അല്ല പണമാണല്ലോ, നിങ്ങൾ ഇതാണല്ലോ, പൈസ കൊടുക്കണമല്ലോ നിങ്ങൾ. അതായത് നിങ്ങൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവർ പണം കൊടുക്കാതെ വരുമല്ലോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തു വരുത്തിയിരിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ആളുകൾ ഞാൻ പറയുന്നത്, എക്സ്പെൻസീവാണ് ഇവർ. അന്നത്തെ ദിവസം ഇപ്പോൾ സാധാരണ ഇതിലൊരു മനുഷ്യനെ പണിക്ക് വിളിക്കുന്ന പോലെയാണോ നിങ്ങൾ വിളിക്കുന്നത്? നല്ല പൈസ തരണ്ടേ? തരണോ വേണ്ടയോ? തരണം. അപ്പോൾ പറഞ്ഞാൽ പെർ ഡേ നല്ല പൈസ മുടക്കി ഇവരെ വിളിച്ചു വരുത്തി. എക്സ്പെൻസീവ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവർ, എക്സ്പെൻസീവ് ആയിട്ടുള്ള. കാരണം അവർ സിനിമ ചെയ്ത് ആളുകൾക്ക് അവരെ പരിചയമുണ്ട്, അവർ എക്സ്പീരിയൻസ്. ഈ മനുഷ്യന്മാർ വരുമ്പോൾ നമ്മളുടെ ബുദ്ധി എന്താ വർക്ക് ചെയ്യുന്നത്? ഇവരെ എങ്ങനെ ഉപയോഗിക്കാം അവരുടെ ടാലൻ്റ് എങ്ങനെ എടുക്കാം എന്ന് നമ്മൾ വിചാരിക്കൂലേ? അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ അശ്വിൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, നിങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതല്ല നമ്മൾ അതെങ്ങനെ വിട്ടു കൊടുക്കുന്നത്. അല്ലാതെ അശ്വിന് തോന്നുന്ന പോലെ ചെയ്യാന്നുള്ളതല്ല. നമ്മൾ പറയുന്ന സാധനം അശ്വിനെ എങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും നമ്മൾ നോക്കും. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല, നിർബന്ധമുണ്ട് ഇങ്ങനെ തന്നെ ആ കഥാപാത്രം ഇങ്ങനെ തന്നെ പോകണം. പക്ഷേ അതിന് അവരുടെ ടച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മളൊരു ഷെഫിനെ ഹയർ ചെയ്യുക, അപ്പം അയാൾക്ക് നല്ല സ്കില്ലുണ്ട്, ഞാൻ തന്നെ അയാൾക്ക് മൊത്തം റെസിപ്പി കൊടുക്കണ്ടല്ലോ. അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം ചിലപ്പോൾ ഒരു പരിപാടി അയാളുടെ കയ്യിലുണ്ടാവും, മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് ആ കൂട്ടവർ തരുന്നതെന്നുള്ള സാധനമില്ല, അത് പിടിക്കാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ വിചാരിക്കുകയാണ് സെറ്റ് എങ്ങനെയായിരിക്കും, അത്രയും എനർജി ആയിരിക്കും. ഇന്നലെ തൊട്ട് തുടങ്ങിയ പ്രൊമോഷനാണ്, നിങ്ങളുടെ എനർജി തീർന്നിട്ടില്ല. ഈ സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ആകെ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അത് നമ്മള് എബ്രിക്ഷൻ സ്പാ എന്ന് പറഞ്ഞാൽ അതാണ് ഈ സിനിമയുടെ മാർക്ക്. ബാക്കി ഞങ്ങൾ എബ്രിക്ഷൻ സ്പാ എന്നിട്ട് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പാ ഇത് ഈ സ്പായിൽ ഇങ്ങനെയാണെന്ന് പറയണ്ട, ആ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. അതാണ് എൻ്റെ സ്പായാണ്. ഞാൻ ഇമാജിൻ ചെയ്തെടുത്ത ഒരു സ്പായാണ്, അല്ലാതെ ഇവിടെ നിലവിൽ നടന്നുകൊണ്ട് പോകുന്നതുമായിട്ടുള്ള ഒരു സ്പായുമായും ഇതിന് ബന്ധമില്ല. ഇതിലെ അതായത് ഇത് ഭയങ്കര അറിവ് വേണ്ട ഒന്നാണ്. ഇത് ഈ പ്രൊഫഷനിൽ വരുന്നിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ, അതായത് ഫിസിയോതെറാപ്പി ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പി ഇല്ല, അവരെ പോലുള്ള അറിവുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ട് പോകുന്ന സ്ഥലങ്ങളുമുണ്ട്, വളരെ പ്രൊഫഷണലായിട്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരെന്താ നമ്മളവിടെ സംസാരിക്കത്ത് പോലുമില്ല. അവരെന്താ പറയുന്നത്, നിങ്ങളുടെ പ്രഷർ ഓക്കെ ആണോ, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണോ, ഇങ്ങനെ ചോദിച്ചിട്ട് അവർ കറക്റ്റായിട്ട് അവരെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സിനിമയിൽ കോൺവെർസേഷനാണ് ആളുകൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന നിങ്ങളൊരു സ്പായിൽ ചെന്നാൽ ചിലപ്പോൾ അവിടെ അവർ തമ്മിൽ സംസാരം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ജനറലൈസ് ചെയ്യേണ്ട. ഈ സ്പാ എന്ന് പറയുന്നത് ഈ സ്പായിലുള്ള സീനുകളുടെ രംഗങ്ങളുടെ ഉത്തരവാദിത്വം എൻ്റേതാണ്. ഇത് എൻ്റെ ഇമാജിനേഷനിലുള്ള ഒരു സ്പായാണെന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ ഈ സ്പാ കാണാൻ. ഞാൻ എന്നെ റേറ്റ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ഹീറോ ആക്ട്രസ്സുകൾ അങ്ങനെ ആരും ഇല്ലാത്തൊരു സിനിമയാണിത്. ഒരു ഗ്രൂപ്പ് ഓഫ് സിനിമയിൽ കുറേ കാലമായിട്ട് പയറ്റി നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വെച്ചിട്ടുള്ളൊരു സിനിമ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഡയറക്ടർ തയ്യാറാവുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറാവുന്നു. അപ്പോൾ ഇതൊരു ബോൾഡ് അറ്റംപ്റ്റാണ്. ഇന്നത്തെ മാറിയ സിനിമാ സാഹചര്യങ്ങളിൽ, മാറിക്കൊണ്ടിരിക്കുന്ന സിനിമാ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഏറ്റവും മികച്ച ഒരു റെസ്പോൺസിലേക്ക് ഇതെത്തിയാൽ അത് മൊത്തം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ഭയങ്കര വ്യത്യാസമാണ്. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള ഏറ്റവും വലിയ സന്തോഷം. നിറയെ ആക്ടേഴ്സ് നന്നായി പെർഫോം ചെയ്യുന്ന
എല്ലാ ആക്ടേഴ്സിനും കൃത്യമായ സ്പേസുള്ള അവർ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ മത്സരിച്ച് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആ സിനിമ കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ. വലിയൊരു വിജയമാവട്ടെ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വലിയ വിജയമാവട്ടെ ഈ സിനിമ. ഞങ്ങൾ കാത്തിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനുണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.